ഇതൊക്കെ കാണുമ്പോൾ ഇറങ്ങി കുളിക്കാൻ നിന്നിട്ടാവും. പക്ഷേ എങ്ങനെ ഇത് ഈ കാണണ്ടാട്ട വെള്ളം ചാട്ടം. ഹലോ മൈ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഞങ്ങളിന്ന് മൂന്നാളും കൂടി ചെപ്പാറ പോകാം. എൻ്റെ നാട്ടിൽ ഇത്ര വലിയ സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇതുമായിട്ട് കണ്ടില്ല. അപ്പോൾ ഏതായാലും നമ്മളിന്ന് വരെ മൂന്നാളുടെ കൂടെ വരെ രണ്ടാളുടെ കൂടെ നമ്മൾ നേരെ ചെപ്പാറയ്ക്ക് പോകാം. ആദ്യം പോകുന്നത് എങ്ങനെയാ വെച്ചാൽ മുതലഞ്ചിറ, വല്ലാത്ത പേരാട്ടാം. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. ചെപ്പാറയ്ക്ക് ചിലപ്പോഴായിട്ട് പോകാം. അപ്പോൾ ഏതായാലും അവിടെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് വെള്ളംചാട്ടം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് നാട്ടപ്പന്മാർ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം മുതലഞ്ചിറയ്ക്ക് പോകാം. കൂട്ടത്തിലാക്കി ഇപ്പന് മാത്രമേ വഴിയാറുള്ളൂ. ഇപ്പം മൈ തെറ്റിക്കാണ്ട് നോക്കി മതി. ഇപ്പനെ നേരിച്ചു ഓർമ്മയില്ല കേട്ടാ. അപ്പോൾ ഏതായാലും സ്ഥലം എത്താനായി എന്ന് വിചാരിക്കാട്ടാ. നല്ല മഴക്കാറുണ്ട് കേട്ടാ. ഫ്രണ്ട്സ് അങ്ങനെ സ്ഥലം എത്താനായി തോന്നുന്നു കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. എത്താനായി തോന്നുന്നു. ആ സ്ഥലം തന്നെ കേട്ടോ. സ്ഥലം എത്തിയിട്ട് അങ്ങനെ നമ്മളെ ബീക്ക് ഇറങ്ങി നടക്കണം. ഫ്രണ്ട്സ് അങ്ങനെ സ്ഥലം എത്തിയിട്ടാ. നൈസ് സ്ഥലം കേട്ടാ. ഞാൻ കാണിച്ചു തരാട്ടാ. ഇതാണ് സ്ഥലം കേട്ടാ. അപ്പം ഇനി കാണാൻ കുറച്ചും കൂടി ഉണ്ട് കേട്ടാ. ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും. അറിയണ ആളെ ഫ്രണ്ടിൽ കൂടെ ബൈക്കായിട്ട് പോയിട്ടാ. അപ്പോൾ ഇതായാലും നമ്മൾ ഇനി ഇറങ്ങി കുറച്ച് നടക്കണം. സിനാനി ഫുട്ബോൾ കളിച്ച് മുട്ട ചെറുതായി സീനായിരിക്കുക. അപ്പോൾ ഏതായാലും നടുക്കൂടെ ഒരു കോൺക്രീറ്റ് റോഡ്, രണ്ട് ഭാഗത്തു കൂടി വെള്ളം പോകണുണ്ട. പിന്നെ അവിടേക്ക് പോയ വെള്ളം ചാട്ടം ഉണ്ട് എന്നാണ് പറയുന്നത്. കണ്ട അവിടെ കുറേ ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഏതായാലും ബൈക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും എന്താ ഇവിടെ വെള്ളം ഇതാണ് ചെറിയ വെള്ളം ചാട്ടം കേട്ടോ. മഴയൊക്കെ ചെറുതായി പെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇനി എങ്ങോട്ട് നടക്കണ്ടെന്നൊക്കെ അനുസരിച്ച് അടുത്ത് തന്നെ ചോദിച്ചറിയണം കേട്ടോ. എല്ലാവർക്കും നടക്കാൻ വയ്യ. അതാണ് ഫ്രണ്ട്സ് വെള്ളച്ചാട്ടം. നമുക്ക് ഇനി ഇങ്ങോട്ട് നടക്കണ്ടേ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാട്ടുകുളം ഇതേതെങ്കിലും ഒരു കാടുമുക്ക് എന്നുള്ള പറയാനും പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ടത്. ഇവിടെ കയറി വരുന്ന സ്ഥലത്ത് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് വെള്ളച്ചാട്ടം കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് കുറച്ച് അടിക്ക് നടക്കാണ്ടിട്ടാ. നടന്നു പോയാൽ വെള്ളംചാട്ടമൊക്കെ നേരെ ചുവന്ന് കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഞാൻ പറയണ അവിടെ നിന്ന് വിളിച്ച് പോയാലോ ഒന്ന് ഇത് കൂടെ നമുക്ക് നടക്കണം കേട്ടോ. ഫ്രണ്ട്സ് എങ്ങനെ ഇത് ഈ കാണണ്ടാട്ടോ വെള്ളംചാട്ടം. സെറ്റ് സാധനം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളവിടുത്തെ ചോല പൂട്ടിയ കാരണം, അല്ലെങ്കിൽ നമ്മളവിടുത്തെ ചോലയ്ക്ക് ഇതുപോലെ ചോല കാണിച്ചൊരു വ്ളോഗ് ഞാൻ ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ ചോലയ്ക്ക് അങ്ങനെ കയറാനൊന്നും പറ്റില്ലേ. ഇതാണ് വെള്ളംചാട്ടം കേട്ടോ. നീന്താണെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇടാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ നഞ്ഞ ഡ്രസ്സ് ഇട്ട് പോകേണ്ടി വരും. പിന്നെ ഞാൻ കാലുകൊണ്ട് വയ്യാത്തായിരുന്നു പാറയുടെ മുകളിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല. അനസേ വഴിക്ക് വീണ്ടാട്ടാ. സിനാന് വല്യപ്പൈ സിനാന് ഇറങ്ങാനൊന്നും വയ്യ. അപ്പോൾ ഇതാണ് വെള്ളംചാട്ടം കേട്ടോ. അപ്പോൾ ഇതാണ് വെള്ളംചാട്ടം കേട്ടോ. നൈസ് സ്ഥലം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയുന്നില്ല. അനിസൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നില്ല. നൈസ് സ്ഥലം കേട്ടോ. അപ്പോൾ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അനിസായിരിക്കണം അവിടെ പോയിട്ട്. സ്ഥലം സെറ്റപ്പാട്ടോ. സ്ഥലത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് അനസ്? എന്താ പറയാനുള്ളത്? അനസ് എന്താ പറയാനുള്ളത് സ്ഥലത്തിനെ കുറിച്ചിട്ട്? അടിപൊളിയല്ലേ? സ്ഥലം നൈസ് സ്ഥലം കേട്ടോ. പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. നമ്മളിതാ ഒരു മരത്തിൻ്റെ ഇതുമായിട്ട് നമ്മളിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇറങ്ങി കുളിക്കണം എന്നുണ്ടിട്ടാവും. പക്ഷെ യാതൊരു പാകൂല. ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇടാൻ. ബാക്കി ഇതൊക്കെ പുതിയ ഡ്രസ്സ്. ഇതൊക്കെ ഇട്ട് ഇറങ്ങി വണ്ടിയും നഞ്ഞ് പിടിയാവും. പിന്നെ ഞാനിപ്പോൾ ഇറങ്ങാനുള്ള മൂഡിലാണ് നിൽക്കുക. പക്ഷെ യാതൊരു പാകൂല. ഞങ്ങൾ വേറെ സ്ഥലത്തേക്കായിട്ട് ഇറങ്ങിയതാണ്. യാദൃശ്ചികമായി ഇങ്ങോട്ട് വന്നതാണ്. സംഭവം സെറ്റ് സ്ഥലമാട്ടാ. ഈ സ്ഥലത്തുനിന്ന് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഇറങ്ങാട്ടാ. ഈ സ്ഥലത്തിന്റെ പേര് ഇവന്മാർ പറഞ്ഞ പേരൊന്നല്ല കേട്ടോ. ഇവന്മാർക്ക് തന്നെ ഈ സ്ഥലത്തിന്റെ പേരറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ ശരി, അപ്പം നാളെ കാണാം.